ഒരു നിമിഷം വീണ്ടും കൈകൾ നെഞ്ചത്ത് വെച്ച് കണ്ണടച്ച് ഈ എവിടെയാണ് നീ നിൽക്കുന്നത്, അഥവാ നിന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്, നീ നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാടുമ്പോൾ നിങ്ങളത് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് വേണം. ഇപ്പം സ്വർഗീയ രാജനീശോ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്നോട്, നിൻ്റെ കുടുംബത്തോടും നീ ഇന്ന് അനുഭവിക്കുന്ന നിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയ ജീവിതത്തോടും നീ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ബോധത്തിൽ സ്വകാര്യ പ്രാർത്ഥനയാക്കിയ പാട്ടിനെ മാറ്റിക്കൊണ്ട് പാട്ടിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതികടെ അഭിഷേകത്തോടുകൂടി പാടി പ്രാർത്ഥിച്ച് വിശ്വാസാർപ്പിച്ച് സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാമ്പത്തിക ബാധ്യതകളാം കടങ്ങളെ പരിഹരിക്കാൻ മാർഗമില്ലാത്തവരും ഇനി മുന്നോട്ട് ചലിക്കുവാൻ ആവശ്യമായ സമ്പത്തില്ലാത്തവരും ഈ കാലവർഷത്തിലെ വീട് നഷ്ടപ്പെട്ടവര് ഉരുൾപൊട്ടലിലൂടെ സമുദ്രപ്പാച്ചിലൂടെ പാർപ്പിടം നഷ്ടപ്പെട്ടവര് അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭത്താല് വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ നിന്ന് വീട് വിട്ട് അനാഥരെ പോലെ അന്യാധീനപ്പെട്ട് അഭയം പ്രാപിച്ചവരുടെ മേൽ കരുണ ചൊരിയണമേ. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാൻ അവരോട് കരുണ കാണിക്കണമേ. ശ്രദ്ധിക്കട്ടെ. നിൻ മുൻപിൽ വന്നിതാ കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. കാരുണ്യസാഗരമേ കാത്തുകൊള്ളിടണമേ നീ. അത്ഭുതങ്ങളൊന്നും അത്ര ഒരു അകലെയല്ല. ശരിക്കും കൃപാസനത്തിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാരെ.
ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലോപേഷ്യ ഏരിയാറ്റ രോഗത്തിന് മെഡിസിൻ ഇല്ല. അത് കോശങ്ങളെ തിന്നുന്ന രോഗമാണ്. പക്ഷേ ഈ മെഡിസിന് മെഡിസിൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേ ഇവരുടെ അമ്മ, ഈ റേച്ചലിൻ്റെ അമ്മ, റേച്ചലിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കുന്നത്. അവർ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, അവർ പറയുന്ന സാക്ഷ്യം, അതായത് അവരാദ്യം ഈ 6 കാര്യങ്ങൾ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 6 കാര്യങ്ങളിൽ ആദ്യം എഴുതണത് എന്താണെന്ന് അറിയാമോ? എൻ്റെ മകളുടെ തലയിൽ 10 വർഷമായിട്ട്, അതായത് 8 വർഷം മരുന്ന് ഉപയോഗിച്ചു, 2 വർഷം ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ 8 വർഷം, ഈ 10 വർഷത്തോളം കാലം അവർ വേറെ വിഗ് വാങ്ങിച്ച് വെച്ച് നടക്കുകയാണ്. അതാണ് 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മുഴുവനും ഈ റിയ ഒരു വിഗ്ഗും വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇനി ഭാവിയിൽ ഡയറക്റ്റ് വിവാഹത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ടും പ്രൊഫഷൻ്റെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അവളുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വെക്കുന്ന കാര്യം എന്താണ്? എൻ്റെ മകളുടെ തലയിലുള്ള തലമുടിയെല്ലാം തിരിച്ചു വരണമെന്നാണ് ആദ്യം എഴുതി വെക്കണം, മാതാവിനോട് പറയണത്. അപ്പോൾ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഒരിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? അതാണ് ചോദ്യം. ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഇതുപോലെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ലഭ്യമായ എല്ലാ പ്രാർത്ഥനാ രീതികളും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം മാത്രമല്ല, അതിൻ്റെ ഇരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളെ, പ്രാർത്ഥിച്ച ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഡിഫർ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉടമ്പടിക്കുള്ള പ്രത്യേകത? ഈ ഉടമ്പടിയിൽ ഇത് വെക്കുകയും 90 ദിവസം, ഉടമ്പടിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം എന്ന് പറഞ്ഞാൽ 90ആണ്. അത് വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിൽ കുടികൊള്ളുന്നത്, ആ ദൈവസാന്നിധ്യമാകുന്ന കൃപാസനം, ആ ദൈവവചനം ഉൾക്കൊള്ളുന്ന കൃപാസനം എന്ന് പറയുന്ന സ്വർണ്ണ പേടകം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ 90 ദിവസമാണ് അതിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയാണ്. പഴയ നിയമത്തിൻ്റെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണപേടകത്തിൽ കർത്താവിൻ്റെ വചനമാണ് ദൈവസാന്നിധ്യമായിട്ടിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നവനായ ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാനാണ് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്മ കൃപാസനമായി മാറണത്. അമ്മ ഈ കൃപാസനമെന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് 89 അമ്മ എന്നോട് പറയണത്. അതായത് ഞാനൊരു മരിയൻ ഇയർ അന്നുണ്ടായിരുന്ന കാലത്ത് അമ്മയെ ഞാൻ 7000 കുടുംബങ്ങൾ അല്ല 1500 കുടുംബങ്ങൾ ഞാൻ കയറി ഇറങ്ങി അവർ കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയുടെ തിരുസ്വരൂപത്തെ സ്വീകരിച്ച ഒരു ആഗസ്റ്റ് 11 1987. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ തുടങ്ങിയത്. അല്ല, ഇത് ഓൾ ഓൺ എ സഡൻ 2004 സംഭവിക്കണ വിഷയമല്ല. 87 അതായത് ഞാനിത് പറയണമെങ്കിൽ, അതായത് നിങ്ങളും ഇതുപോലെ ഈ വിഷയങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് സീരിയസ്നെസ് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകാത്തത്. വേറെ ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് ഓർക്കുകൊണ്ട് മാതാവിൻ്റെ രൂപം കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നതാണ് വിഷയം. അതിൽ ഇതുപോലെ എല്ലാ ഇടവക അംഗങ്ങളെയും മെഴുകുതിരിയും കത്തിച്ച് പുറത്തിറക്കി ആയിരങ്ങളെ കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയെ സ്വീകരിക്കുമ്പോൾ, രാത്രി മുഴുവൻ പള്ളിയിൽ സ്വീകരിച്ചിട്ട് അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പല ഇടവകകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പം അമ്മയ്ക്കറിയാം ഏതെല്ലാം ഇടവകയിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെയൊക്കെ സംഭവിച്ചതെന്ന്.
ചില ആൾക്കാർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പതാകയ്ക്ക് സ്വീകരണം കൊടുക്കണം. ഒരു മാലയെ വിട്ട് ഒരു കൈക്കാരന് ഒരു അച്ഛനൊക്കെ ആയിട്ട് ഒരു മാലയൊക്കെ ഇട്ട് അമ്മയെ പറഞ്ഞു വിടും. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, അതാണ് വിഷയം. അല്ല ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാന വട്ടമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ അങ്ങനെ ചെയ്ത് നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഓരോ വിഷയവും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഒരു ഇൻട്യൂഷൻ തരണം. അത് പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇൻട്യൂഷൻ കിട്ടും. പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കും ചില ആൾക്കാർക്ക് വളരെ വൈകാരികമായിട്ട് എടുക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ ഈ റിയാറച്ചൻ്റെ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉള്ളൊരു സാക്ഷ്യം, അതുപോലെ രസകരമായൊരു സാക്ഷ്യമുള്ളത് ഷേർലി വട്ടിയൂർക്കാവാണ്, ട്രിവാൻഡ്രത്തെ ഷേർലിയുടെ സാക്ഷ്യം. ഷേർലിയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ ഒരു മകന് ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? എൻ്റെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, UK ഇൻ്റർവ്യൂ ആണ്. അവൻ +2 ആണ്. പക്ഷേ ആ ഫോൺ ഇൻ്റർവ്യൂവിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ് അവന് ടെൻഷനായി, പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ട പിന്നെ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോഴെന്താ അവർ ചെയ്യണത്? അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് പറഞ്ഞ, മകനെ നീ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കും, നിനക്ക് അമ്മ അത് തരും. ഈ ചില അമ്മമാർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്, അതായത് ഇവൻ തകർന്നു പോയി, ഇവൻ്റെ ആ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഷേർലി പറയും, അടുത്ത ഇൻ്റർവ്യൂവിന് നീ പങ്കെടുക്കും, അമ്മ നിനക്കത് തരും. എന്നിട്ട് ഇവർ പറയണ ഒരു സാക്ഷ്യമുണ്ട്. ഞാനൊരു കാശ്രവൻ കൃപാസനത്തിൽ വന്ന് അച്ഛനോട് വെഞ്ചരിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ്റെ കാശ്രൂപം അവൻ്റെ പോക്കലിട്ട് കൊടുത്ത്, പോക്കറ്റിലിട്ടല്ല പ്രശ്നം, പോക്കറ്റിലിട്ടിട്ട് ആ കാശ്രൂപത്തിൽ അമ്മയുടെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരാൾ ഒരു വിഷയം ചെയ്യേണ്ട രീതി കണ്ടില്ലേ? ഒരു കാശ്രൂപമുണ്ട്, നീ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പറയണത്. അവർ പറയണത് ആ കാശ്രൂപം കൊണ്ടുപോയിട്ട് അവൻ്റെ പോക്കറ്റിട്ടിട്ട് അത് മാതാവിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഇരിക്കണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്ലേസ് ചെയ്യുന്നതാണ് പറയണത്. ഇതെന്ന് പറയണത് ഒരാളിന് ദൈവവുമായിട്ടുണ്ടാകുന്ന വൈകാരികമായ ഒരു ബന്ധമാണ്. വിശ്വാസമെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, വിശ്വാസം ഒരിക്കലും കേവല വിശ്വാസമായിട്ട് നിൽക്കത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ കേവല വിശ്വാസത്തിൻ്റെ കൂടെ ദൈവസ്നേഹമുണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണതെന്ന് ഞാൻ പറയണം. ഇപ്പോൾ ആദ്യത്തേത്, ഇപ്പോൾ റിയറേച്ചൻ്റെ വിഷയം എന്താണ്? അവർ 90 ദിവസമായപ്പോൾ 10 വർഷത്തിന് ശേഷം ലോകത്തിലുള്ള മുഴുവൻ മരുന്നും എല്ലായിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടിയിൽ, അമ്മേ എൻ്റെ മകൾക്ക് തലമുടിയില്ല, അമ്മ തിരിച്ച് തലമുടി വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ആദ്യ ഉടമ്പടി എന്ന് പറയുമ്പോൾ 90 ദിവസമാണ് ഉടമ്പടിയുടെ ദിവസം. ആ 90-ാം പക്വമാകുമ്പോൾ മുട്ടി വളർന്ന് അങ്ങോട്ട് കയറും. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം. സാക്ഷ്യം ഇട്ട് കൊണ്ട് കിടപ്പുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂണി ഡിസീസ് വെച്ചാൽ കോശങ്ങൾ കഴിക്കുന്നത് കാരണം ഒരു കാലത്തും മുടി വരത്തില്ല. അപ്പോൾ ആ വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഉടമ്പടിയിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അസാധ്യമെന്ന് തോന്നണ ആ വിഷയത്തിന് ഉടമ്പടി തീരുമാനം ഉണ്ടായെന്നല്ല അച്ഛൻ്റെ പ്രശ്നം. ഉടമ്പടി തീരുമാനം ഉണ്ടായ സാക്ഷ്യത്തിലുണ്ടല്ലോ. എൻ്റെ വിഷയം ഉടമ്പടിയിൽ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത്, ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉടമ്പടിയിൽ ഉണ്ടായത്, പെട്ടെന്നുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവരുടെ വിശ്വാസമാണ്. ഒന്ന് വെച്ചാൽ റിയറേച്ചൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ ജോലി, വീട് വെക്കണം, ലോൺ കിട്ടണം, മൂത്ത മകൾക്ക് പ്രൊമോഷൻ വേണം,
എന്നൊക്കെ പറഞ്ഞ് 5 എഴുതിയതിന് ശേഷം 6ാമത്തത് ഒക്കട്ടെ, കിട്ടിയ കുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വേണേ എഴുതും. എൻ്റെ മകളുടെ തലയിൽ മുടിയില്ല, അത് നടക്കാത്ത കാര്യമാണ്, അത് ദൈവത്തിനും നടക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാണ് ഈ 6ാമത്തെ കാര്യമായിട്ട് എഴുതണത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉടമ്പടിയിൽ 6ാമത്തെ കാര്യം എഴുതുന്നത് നിങ്ങളുടെ വിശ്വാസം ഏത് ലെവലിലുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾക്കറിയാൻ പറ്റത്തില്ലെങ്കിലും മാതാവിനതറിയാൻ പറ്റും. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു 5 മാസം മുമ്പ് ഞാൻ വീണു. ഞാൻ വീണിട്ട് എൻ്റെ നട്ടെല്ലിന് പരിക്ക് പറ്റി. എക്സ്റേ എടുത്തപ്പോൾ നട്ടെല്ലിനൊരു ചെറിയ വളവും അതുപോലെ തന്നെ ബൾജിങ്ങും ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യേണ്ട വരും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് 5 മാസം ഞാൻ റെസ്റ്റിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ബെൽറ്റ് ഇട്ട് തന്നെ, ഫുൾ ടൈം ബെൽറ്റ് ഇട്ട് തന്നെ, എനിക്ക് അരമണിക്കൂർ പോലും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഡിസംബർ 11-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത അന്ന് ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അന്ന് ഇവിടെ നിന്ന് പറഞ്ഞത്. അതനുസരിച്ച് അപ്പോൾ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്ത് അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അരമണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ പറ്റാതിരുന്ന ഞാൻ അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ്സിനെ തന്നെ യാത്ര ചെയ്ത് പോയി. എന്നിട്ടും എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. അന്ന് തുടങ്ങി ഞാൻ ഇതുവരെ ബെൽറ്റ് ഇടണ്ടേ വന്നിട്ടില്ല. എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യേണ്ട വരുന്നതാണ്. MRI സ്കാൻ എടുത്തപ്പോഴും അങ്ങനെ MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ അത് തന്നെ പറഞ്ഞു, ചെറിയൊരു ബൾജിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം മാറ്റിത്തന്നത് എനിക്ക് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയോട് 1000 നന്ദി. അതുപോലെ ഞാൻ വേറൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ നാത്തൂന് വേണ്ടിയിട്ടാണ്. ആള് ഫുള്ള് മലയാളം മീഡിയമാണ് പഠിച്ചത്. എന്നിട്ട് പോലും UKVI എക്സാം എഴുതി ആൾ പാസ്സായി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ, 1 മാസത്തിനുള്ളിൽ തന്നെ ആളുടെ എല്ലാം ശരിയായി. വർക്ക് വിസ വരെ കിട്ടി. ഈ മാർച്ച് 3-ാം തീയതി ടിക്കറ്റ് വരെ എടുത്ത് ആൾ UK പോകാനായിട്ട് ശരിയായി എല്ലാം. അതും പരിശുദ്ധ മാതാവ് തന്ന അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. അതുപോലെ എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഭർത്താവായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വേദനിപ്പിച്ചിരുന്നു അവളെ. അപ്പോൾ അവളുടെ സർട്ടിഫിക്കറ്റുകൾ SSLC തുടങ്ങി എല്ലാ സർട്ടിഫിക്കറ്റുകളും, നേഴ്സിങ്ങിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ആൾ നശിപ്പിച്ചു. ഞങ്ങൾക്കൊന്നും തിരിച്ചു തന്നില്ല. ആളെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. 5 പ്രാവശ്യം ഞങ്ങൾക്ക് മീഡിയേഷൻ വെച്ചു. 5 പ്രാവശ്യവും ആൾ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ലെന്ന് തന്നെയാണ്. പക്ഷേ 6-ാം തവണ ഞങ്ങൾ മീഡിയേഷന് ചെന്നപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പരിശുദ്ധ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ അവളുടെ കൈ കൊടുക്കുകയും അത് വെച്ചിട്ടാണ് അവൾ മീഡിയേഷന് കയറിയത്. അപ്പോൾ മീഡിയേഷന് കയറി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് സമ്മതിച്ചു, ഇങ്ങനെ തിരിച്ചു തരാം, ഈ ഡോക്യുമെൻറ്റ്സൊക്കെ തിരിച്ചു തരാമെന്ന് സമ്മതിച്ചു. ആളെടുത്തിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചു. അതെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ മാത്രം കൃപയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ കാശുരൂപം കൊണ്ടുപോയപ്പോഴത്തേനും ഞാനുണ്ടായിരുന്നു, അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു. ഞാനാണ് കാശുരൂപം അവളെ ഏൽപ്പിച്ചത്. അകത്തേക്ക് കയറിയപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു തന്നു. ആ പരിശുദ്ധ മാതാവിൻ്റെ ശക്തി അവളോട് കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തു നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്തത് മാത്രമല്ല,
ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടാമെന്നും അതേപോലെ ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ ജപമാല ചൊല്ലിക്കോളാമെന്നും ഞാൻ തന്നെ തീരുമാനിച്ചു. ഇതുവരെ അതിനൊരു മുടക്കം വരുത്താതെ ഇന്ന് വരെ അതിനു മുന്നേ ഞാൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയൊന്നും എല്ലാ ദിവസമൊന്നും കൂടില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നടുവേദനയ്ക്ക് മാറിയതിന് ശേഷം അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, എന്ന് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്നു അന്ന് തുടങ്ങി ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാനയും ജപമാലയും മുടക്കില്ല എന്ന്. അത് എത്ര വൈകിയാലും രാത്രി 12 മണിക്ക് മുമ്പ് ഞാൻ ജപമാല ചൊല്ലിയിരിക്കുമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇന്ന് വരെ അത് മുടക്കാതെ. എൻ്റെ പേര് ലിൻസി പ്രിൻസ്. ഞാൻ കൊല്ലം ഷൂനാട് വലിയപള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ മുംബൈയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാനാണ്. ഞാനിപ്പം കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു. ഞാൻ സാക്ഷ്യം പറയാൻ ഇത്രയും ലേറ്റായതിന്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി മുംബൈയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. അവിടെ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്തപ്പം എനിക്ക് ഹോർമോണിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടുകളെല്ലാം ഡോക്ടർ കണ്ടു. പറഞ്ഞപ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അപ്പം 3 ഇഞ്ചക്ഷൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പം 3 ഇഞ്ചക്ഷൻ, ഒരു ഇഞ്ചക്ഷൻ 1500 രൂപയാണ്. അപ്പം ഒരു ദിവസം വെച്ച് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങനെ 3 ദിവസം ഇഞ്ചക്ഷൻ ചെയ്തു. 3 ദിവസം അങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്കാൻ ചെയ്തതിന് ശേഷം ഡോക്ടറിനെ കൊണ്ടുവന്ന ഹസ്ബൻഡ് ഞാനും കൂടി കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോർമോൺ വളരെ കുറവ് തന്നെയാണ്, ഒന്നും കൂടിയിട്ടില്ല എന്ന് പറഞ്ഞു. നമുക്കെന്നാൽ ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് 12 ഇഞ്ചക്ഷനും കൂടി ചെയ്യാം. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖം വല്ലാതെ വരുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട, കാരണം അവിടെ എന്നെപ്പോലെ തന്നെ ഹോർമോണിൻ്റെ പ്രശ്നമുള്ള കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളും എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇവർ 30-40ഓളം ഇഞ്ചക്ഷൻ ചെയ്തവരുണ്ട്, അവർക്കും ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം, 12 ഇഞ്ചക്ഷൻ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അതെല്ലാം കേട്ട് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അന്നേരം പപ്പയും മമ്മിയും ഡോർ തുറന്നപ്പോഴേ അവരെന്നോട് ചോദിച്ചത് എന്താണ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞതെന്നാണ് ചോദിച്ചത്. അപ്പം എടുത്ത വായിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഞ്ഞുങ്ങളുണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, വീണ്ടും 12 ഇഞ്ചക്ഷൻ ചെയ്യാമെന്നാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും ആകെ സങ്കടം വന്ന് അപ്പം മുതലേ അവർ പ്രെയർ ചെയ്യാൻ തുടങ്ങി. അന്നേരം അങ്ങനെ ഒരു സ്ഥിതിക്കാണ് മമ്മി യൂട്യൂബ് തുറന്നപ്പോൾ അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോസും പിന്നെ അവിടുത്തെ സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങിയത്. പിന്നെ കണ്ടിന്യൂസ് എപ്പം ഫോൺ തുറന്നു കഴിഞ്ഞാലും കാണുന്നത് യൂട്യൂബിൽ കൃപാസന മാതാവിൻ്റെ സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പം ദിവസവും അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. എനിക്കും മമ്മി ഇട്ട് തരുമായിരുന്നു. അപ്പോൾ ഞാനും അങ്ങനെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരു തീരുമാനം എടുത്തു, എന്തായാലും നമുക്കിനി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണ്ട, നമുക്ക് എങ്ങനെയായാലും നമുക്ക് മാതാവ് തരും എന്നുള്ള പപ്പയും മമ്മിയും പിന്നെ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നമുക്കിനി ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട് പിന്നെ എൻ്റെ ഒരു ആൻറ്റി ഇതുവരെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും തന്നിരുന്നു. അപ്പം രാവിലെയും രാത്രിയിലായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ഹസ്ബൻഡും വേറെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നോണ്ടും ഞങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു, ഇവിടെ പപ്പയും മമ്മിയും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവർ ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന ചൊല്ലി വരുമ്പം നിയോഗത്തിൽ അവർ പറയായിരുന്നു, പപ്പയും മമ്മിയും പ്രാർത്ഥിച്ച് പറയായിരുന്നു എൻ്റെ മകൾക്ക് ഒരു ഇഞ്ചക്ഷനും ഒന്നും തന്നെ കൂടാതെ എനിക്ക് എൻ്റെ മാതാവ് ഒരു കുഞ്ഞിനെ തരുകയാണെങ്കിൽ അടുത്ത വെക്കേഷന് വരുമ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, കുഞ്ഞിനെയും കൊണ്ട് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെ തുടരെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 ആഴ്ച ആയപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്തപ്പം അവർ പറഞ്ഞു ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞു. ആ സന്തോഷ വാർത്ത അപ്പം തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പപ്പയും മമ്മിയും അറിയിച്ചു. അവർ ഉടനെ തന്നെ വെക്കേഷൻ ടൈം ആയപ്പോൾ ഉടനെ തന്നെ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു.
പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2018 ജൂൺ 12 തീയതിയാണ് പപ്പ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടിയാണ് പപ്പ എടുത്തത്. അതിനുശേഷം 2020 ജനുവരി 19 കൃപാസന മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് റൈസ വിമൽ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഫെബ്രുവരി 14 2022 ഇവിടെ ഉടമ്പടി എടുത്തത്. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് 2 വർഷമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ BSc നേഴ്സിംഗ് പാസ് ഔട്ട് ആയത് 2013 അതിനുശേഷം 2 വർഷമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പിള്ളേരായതിനു ശേഷം കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാത്ത കാരണം വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാതെയായി. അങ്ങനെ 6 വർഷം ഗ്യാപ്പായി.